അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. അഥവാ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 1,00,000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു അവാർഡ് ലഭിക്കും. അതിന് പ്ലേ ബട്ടൺ എന്നാണ് പറയുക. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ നമ്മളുടെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനല് ആ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആ അവാർഡ് നമ്മൾക്ക് യൂട്യൂബ് അയച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. ഇതാണ് യൂട്യൂബ് നമ്മൾക്ക് അയച്ചു തന്ന അവാർഡ്. പ്രിയമുള്ളവരെ, അപ്പൊ ഞാനതൊന്ന് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അൽഹംദുലില്ലാഹ്, എന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബക്കാര്, ജ്യേഷ്ഠനിയന്മാര്, ബന്ധപ്പെട്ട ആളുകളൊക്കെ, കൂട്ടുകാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ നമ്മളെ ചാനല് വിജയിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്ത ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇതാണ് പ്രിയമുള്ളവരെ യൂട്യൂബ് നമ്മൾക്ക് അയച്ചു തന്ന അവാർഡ്. ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കാരണം ഞാൻ ക്ലാസ് എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്തതും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ നമ്മളെ ചാനല്, നമ്മളെ ക്ലാസ്സുകൾ അയച്ചു കൊടുത്തതൊക്കെ നിങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്റു ദുആ മജ്ലിസ് നടക്കാറുണ്ട്. ആ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. അതുകൊണ്ട് ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ട ക്ലാസ്സുകൾ ഉണ്ടാകും. ദിക്റുകളുടെ മഹത്വങ്ങൾ ഉണ്ടാകും, സൂറത്തുകളുടെ മഹത്വങ്ങൾ ഉണ്ടാകും. അതിലും എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ അതിനെ വിമർശിക്കാനും അതിനെ നിസാരപ്പെടുത്താനും ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങളെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഏകദേശം 1,46,000 സബ്സ്ക്രൈബർമാര് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിമർശനങ്ങളെ ഇന്ധനമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മളെ പല ആളുകളും തളർത്താൻ ശ്രമിക്കും, പല ആളുകളും നമ്മളെ പരിഹസിക്കും. ആ സമയത്ത് നമ്മൾ കൂടുതൽ കരുത്തോടെ മുന്നേറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ തളർത്തുന്ന സമയത്ത് നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. അപ്പൊ വിമർശനങ്ങളെ ഇന്ധനമാക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം തുടർച്ചയായ പരിശ്രമം എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് നമ്മൾക്കൊരിക്കലും വിജയം കണ്ടെത്താൻ സാധ്യമല്ല. 2 ദിവസം കൊണ്ടും നമ്മൾക്ക് വിജയം കണ്ടെത്താൻ സാധ്യമല്ല. മടുപ്പ് തോന്നുന്ന സമയത്തും ഫലം കാണാത്ത സമയത്തും അതിൽ നിന്ന് പിന്മാറാതെ മുന്നേറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ നമ്മൾക്ക് മടുപ്പ് തോന്നുമ്പോൾ അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. ഫലം കണ്ടില്ല എന്നതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളുടെ ഗോൾ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് എടുക്കുന്ന വിഷയത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടാകണം. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം ക്ഷമയാണ്. ക്ഷമയില്ലാതെ ഒരിക്കലും നമ്മൾക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. ക്ഷമയുള്ളവനിക്ക് വിജയിക്കാൻ കഴിയൂ. വിജയിച്ചവർക്കൊക്കെ ക്ഷമയുണ്ടായിട്ടുണ്ട്.
ഇപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ സാധിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. കുറച്ച് ക്ഷമയൊക്കെ നമ്മൾക്ക് വേണം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മളെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനല് പ്ലേ ബട്ടൺ നേടിയതുപോലെ നിങ്ങളെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യത്തിലും വഞ്ചന ഉണ്ടാകാൻ പാടില്ല, ചതി ഉണ്ടാകാൻ പാടില്ല, അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. നല്ല നിഷ്കളങ്ക മനസ്സോടുകൂടെ ആയിരിക്കണം നമ്മൾ മുന്നേറേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.